നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സിസ്റ്റർ? ഭാവന സിസ്റ്റർ ഇവിടുത്തെ എമർജൻസിയിലുണ്ട്. സത്യമാണോ സിസ്റ്റർ? ഭാവനയ്ക്ക് എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല സർ. ഭാവന സിസ്റ്റർ തന്നെയാ സാറിന്റെ നമ്പർ തന്നത്. സാർ ഒന്ന് വേഗം വരണം. ഞാനിത് എത്തി സിസ്റ്റർ. ഓക്കെ സർ. സർ, ഭാവന ഹോസ്പിറ്റലുണ്ടെന്ന്. ആണോ? സൂര്യ വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഓക്കെ സർ. ഡോക്ടർ, ഇരിക്കും. ഞാനാണ് സൂര്യ, ഭാവനയുടെ ഹസ്ബൻഡ്. എന്താ പറ്റിയേ? വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ആളെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുക. ഒന്ന് കാണാൻ പറ്റുമോ? ആ, പോയി കണ്ടോളൂ. ശരി ശരി. ഭാവന 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 സൂര്യ, വേണ്ട വേണ്ട, അവിടെ കിടന്നോ. ഭാവന, നീ ഇത് എവിടെയായിരുന്നു? എന്താ നിനക്ക് പറ്റിയത്? ആരാ നിന്നെ പിടിച്ചോണ്ട് പോയത്? ഭാവന, ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് അവർക്ക് പിന്നാലെ തന്നെ ഞങ്ങളുണ്ട്. എന്താ ഉണ്ടായത്? എന്തായാലും പറയും. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരെല്ലാം അറിഞ്ഞിരിക്കുന്നല്ലോ. ഭാവന, താൻ എന്താ ഒന്നും മിണ്ടാത്തെ? സാറ് ചോദിച്ചു കേട്ടില്ലേ? സൂര്യ, എനിക്കൊന്നും വ്യക്തമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. എന്റെ തലയ്ക്കകത്ത് ആകെ ഒരു മരവിപ്പ് പോലെ. ഭാവന നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട് സൂര്യ. അല്പം കഴിഞ്ഞ് ചോദിക്കാം. ഞങ്ങളെല്ലാം എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? സൂര്യ, നിങ്ങൾ സംസാരിക്കും, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. താൻ എന്നെ മാനസികമായി തളർത്തി കളഞ്ഞല്ലോ ഭാവന. എന്താ ചെയ്യേണ്ടത് പോലെ എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയാം സൂര്യ, ഞാൻ കാരണം എല്ലാവർക്കും നല്ല വിഷമമുണ്ടായി കാണും. അമ്മയ്ക്കും സീതേട്ടനും എല്ലാം എന്നോടിപ്പോ ദേഷ്യമായിരിക്കും. അവരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെയല്ലേ ഞാൻ അവിടെ വന്നത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാവന. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. തന്റെ പിന്നിൽ ഇപ്പോഴും ആരൊക്കെയോ ഉണ്ട്. CCTV ക്യാമറയില് ഞങ്ങൾ കണ്ട ആ വാഹനത്തിന് പിന്നാലെയാണ് SI സാറ്. അധികം വൈകാതെ അവരിലേക്ക് എത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് താൻ ഇവിടെ ഉണ്ടെന്ന് ഫോൺ വന്നത്. പറയൂ ഭാവന, ആരാ തന്നെ കിഡ്നാപ്പ് ചെയ്തത്? താൻ എങ്ങനെ ഇവിടെ വന്നത്? സൂര്യ, എനിക്കറിയില്ല. അവരിൽ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആള് മാറിയാ അവരെന്നെ പിടിച്ചോണ്ട് പോയതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. എന്റെ സ്ഥാനത്ത് അവര് മറ്റേതോ പെൺകുട്ടിയാ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഭാവന, താൻ ഒരിക്കലും എന്നോട് കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഇപ്പൊ താൻ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസം പോരാ. സത്യ സൂര്യ, ആള് മാറിയാ അവരെന്നെ പിടിച്ചോണ്ട് പോയത്. അതവർക്ക് മനസ്സിലായതുകൊണ്ടാ എന്നെ അവര് വിട്ടയച്ചത്. ദൈവാധീനം കൊണ്ട് അവരെന്നെ ഉപദ്രവിച്ചില്ല. തന്റെ വാഹനത്തെ അവര് പിന്തുടരുന്നു എന്ന് തനിക്കറിയായിരുന്നോ? ഇല്ല, ഞാൻ യാത്ര ചെയ്തിരുന്ന കാറിനെ അവരുടെ കാറ് വന്ന് തടഞ്ഞപ്പോഴാ ഞാനും ആ വാഹനത്തെ കണ്ടത്. എനിക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഭാവന, പക്ഷെ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. തന്റെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ സൂര്യ, അവർക്ക് ആള് മാറിയതാ. എന്ന് കരുതി അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇതെന്താ നിസ്സാരപ്പെട്ട കാര്യമാണോ? താൻ എങ്ങനെ ഇപ്പൊ ഇവിടെ എത്തിയത്?
ഒരു ഓട്ടോ ഡ്രൈവറാ ഭാവന ഇവിടെ എത്തിച്ചത്. അയാള് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഡോക്ടർ? ഇവിടുന്ന് ഭാവന ഓട്ടോയിൽ കയറിയെന്നോ അങ്ങനെ പറ്റോ? ഇല്ല സർ. ആ, ഭാവന ഓട്ടം പോകാൻ വേണ്ടി വണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. വഴിയിൽ വെച്ച് റൂട്ട് എന്തോ ചോദിക്കാൻ നോക്കിയപ്പോഴാ ഭാവന സീറ്റിൽ ബോധമില്ലാതെ ഇരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞത്. അയാളൊരു നല്ല വ്യക്തി ആയതുകൊണ്ടാ സർ ഭാവന ഇവിടെ ഉടനെ എത്തിച്ചത്. ഭാവനയെ കൊണ്ടുവരുമ്പോ BP വളരെ ലോ ആയിരുന്നു. ഭാവനയോട് ഇപ്പൊ ഞാൻ സംസാരിച്ചു. ഒന്നും വ്യക്തമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. മറ്റു പ്രശ്നമൊന്നും ഇല്ലല്ലോ ഡോക്ടർ? ഇല്ല സർ. പ്രധാനമായും ആഹാരം കഴിക്കാത്തതിന്റെ ലക്ഷണമാ കാണുന്നത്. ശരിക്കും ജലാംശം പോലും കുറവായിരുന്നു. സാധാരണ പ്രഗ്നന്റ് ആയ ഒരു പേഷ്യന്റ് കൃത്യമായിട്ട് ആഹാരവും വെള്ളവും കഴിച്ചിരിക്കണം. അല്ല, ഈ ഓട്ടോ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ടോ? ആ, ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇതുപോലുള്ള കേസ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സർ. എപ്പോ വിളിച്ചാലും വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഡീറ്റെയിൽസ് തരൂ. ആ, ഇതാ സർ. വണ്ടി നമ്പർ ഉണ്ട് സർ. ആ ശരി. ഭാവനയ്ക്ക് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റൂ ഡോക്ടർ? ഡ്രിപ്പ് കഴിഞ്ഞ ഉടനെ പോവാം. ശരി, ഓക്കെ, ശരി. ആ ഓട്ടോ ഡ്രൈവർ നല്ലവനായതുകൊണ്ട് വഴിയിൽ ഉപേക്ഷിക്കാതെ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. താൻ എവിടുന്ന ഓട്ടോയിൽ കയറിയത്? അതോ അതൊന്നും എനിക്ക് ഓർമ്മയില്ലേ? എന്താ സൂര്യ, ഞാൻ മനഃപൂർവ്വം കള്ളം പറയുന്നതാണോ? ഭാവന, മറ്റാരെക്കാളും തന്റെ മനസ്സ് കാണാൻ എനിക്ക് പറ്റും. തന്നെ പിടിച്ചുകൊണ്ട് പോയവരാരായാലും അവരെ എനിക്കും ചിലപ്പോൾ അറിയായിരിക്കും. അതുകൊണ്ടല്ലേ താൻ പറയാൻ മടിക്കുന്നത്? സൂര്യ, സത്യമായിട്ട് ഞാൻ അവരെ ആദ്യമായിട്ടാ കാണുന്നേ. ആർക്കോ വേണ്ടി അവരെന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഇരയെ കാത്തിരുന്നവർക്ക് കിട്ടിയത് എന്നെയാ. അവരുദ്ദേശിച്ച ആള് ഞാനല്ലെന്ന് ബോധ്യമായപ്പോ അവരെന്നെ വിട്ടയച്ചു. അത്രേ ഉള്ളൂ. എനിക്കെന്തോ ഈ കഥ വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ഭാവന. ഒന്നുകിൽ താൻ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവുമെന്ന് താൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കി പറയുന്നത്. ഈശ്വര, എത്ര കൃത്യമായിട്ടാ സൂര്യ പറയുന്നത്. സോറി സൂര്യ. ഞാനിപ്പോ സത്യം പറഞ്ഞ സൂര്യ ഉറപ്പായിട്ടും ചോദിക്കാൻ പോവും. അവരൊക്കെ അധോലോകമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അവർക്ക് മുന്നിലേക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ പറഞ്ഞു വിടില്ല സൂര്യ. സുനിൽ ശർമ്മ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. താനെന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല സൂര്യ. ഞാൻ എങ്ങനെയാ സൂര്യ വിശ്വസിപ്പിക്കേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു.